സൂറത്തുൽ കഹ്ഫ്. അതിൽ നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഖദർ അലൈഹിസ്സലാമിന്റെയും സംഭവം കാണാമല്ലോ. മൂസാ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും രണ്ടാളും അമ്പിയാക്കളാണ്. ഖദർ അലൈഹിസ്സലാം നബിയാണ്, മുർസലാണ്. ആ രണ്ട് പ്രവാചകന്മാർ രണ്ടാളും നബിമാരാണ്. ഖദർ അലൈഹിസ്സലാം എന്ന പേര് പരിശുദ്ധ ഖുർആനിലില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആ നാമം നമുക്ക് അവിടുത്തെ വചനങ്ങളിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അത് നമുക്ക് കാണുകയും ചെയ്യാം. എന്തോ ആകട്ടെ, ഇവർ രണ്ടാളും ഒരു യാത്ര ഏർപ്പെടുകയാണ്. ആ യാത്രാമധ്യേ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു കുട്ടിയെ കൊല്ലുന്ന സന്ദർഭമുണ്ട്, ഒരു മതിൽ നീർത്തിക്കൊടുക്കുന്ന സന്ദർഭമുണ്ട്. അതേപോലെ തന്നെ പല രൂപത്തിലുള്ള സംഗതികളും 2-3 നടക്കുന്നുണ്ട്. ഞാൻ എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് വിശദമായി പറയുന്നില്ല. അതിലെ പാഠം മാത്രം പറയട്ടെ. ഈ സംഭവങ്ങൾ നടക്കുമ്പോ അതാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ പോകുമ്പോ പല കാര്യങ്ങളും ഖദർ അലൈഹിസ്സലാം ചെയ്യുന്നുണ്ട്. മൂസ നബിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, എന്തിനാ നിങ്ങൾ ഈ പണി ചെയ്യുന്നത്, എന്തിനാ നിങ്ങൾ അപ്പണി ചെയ്തത്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നിങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു. എന്തേ അത് ചോദിക്കാൻ കാരണം? പ്രവാചകനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അതാ ഖദർ അലൈഹിസ്സലാമിന് അറിയുന്ന കാര്യം മൂസ നബി അറിയുന്നില്ല. മൂസാ നബിയാണ്, പക്ഷേ മൂസ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാം അറിയുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. പിന്നെ ഖദർ അലൈഹിസ്സലാം അവസാനം ഈ 3 കാര്യങ്ങളുടെയും ഉദ്ദേശം ഇന്നതാണെന്ന് വിവരിച്ചു കൊടുത്തപ്പോഴല്ലേ മൂസ നബി അലൈഹിസ്സലാമിന് സംഗതിയുടെ കുട്ടൻസ് പിടികിട്ടിയത്, സംഗതിയുടെ രഹസ്യം മനസ്സിലായത്. ഈ കഥകൾ, ഈ ചരിത്ര സത്യങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നിന്നെടുത്തുകൊണ്ട് മുജാഹിദുകൾ പ്രഭാഷണ വേദികളിലൂടെ ചോദിക്കാറുണ്ട്, ലേഖനങ്ങളിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നല്ലോ, ഒരു നബിയല്ലേ മറഞ്ഞ കാര്യം അറിയാതെ വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ചു പോലും മുഴുവൻ പറയുന്നത് അതാ അവർക്കൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കാണുന്നല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കൺകൊണ്ട് കണ്ടതും അല്ലാത്തതുമൊക്കെ അവർക്ക് തുല്യമാണ്. ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ വരെ അവരറിയുള്ളവരാണ്. അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കക്ഷികളുടെ തലമണ്ടയിലേക്ക് വലിയ ഒരു മുട്ടൻ വടിയാണ് ഈ ആയത്ത്. മൂസ നബി അറിഞ്ഞോ? മൂസ നബിക്ക് എന്തേ ഖിദർ അലൈഹിസ്സലാം അറിഞ്ഞ രഹസ്യങ്ങൾ അറിയാതെ പോയി? എന്തേ ആ ഗൈബ് മൂസ നബി അറിയാതെ പോയി എന്ന് ചോദിച്ചപ്പോ ഉത്തരമില്ലാതെ വന്നാൽ തങ്ങളുടെ ആശയങ്ങളെ സ്ഥിരപ്പെടുത്താൻ എന്ത് കളവും പറയാൻ മടിയില്ലെന്ന് നിങ്ങൾക്ക് ഈ നാദാപുരത്തെ പ്രസംഗങ്ങളില്ലെന്ന് തന്നെ ബോധ്യമായിട്ടില്ലേ? മുസ്ലിയാരുടെ പ്രവൃത്തികളില്ലെന്ന്. അതല്ലേ ഇന്നലെ കേൾപ്പിച്ചത്. കൊടികുത്തു നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഏത് കൊടിയാ കുത്താത്തറന്ന് ചോദിച്ചില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ ഇല്ലാത്തറന്ന് ചോദിച്ചില്ലേ? അങ്ങനെ എമ്പാടും നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ ഒരു പ്രവാചകന്റെ നബുവത്തിനെ തങ്ങളുടെ ഈ താല്പര്യത്തെ നിലനിർത്താൻ വേണ്ടി ഒരാൾ നിഷേധിച്ചാലോ? ഇസ്ലാമിൽ അയാൾക്കുള്ള സ്ഥാനം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമാവട്ടെ, ഏത് നബിയാവട്ടെ, റബ്ബിങ്കിൽ നിന്ന് നിയുക്തനായ ഒരു റസൂലിന്റെ റിസാലത്തിനെ, ഒരു റസൂലിന്റെ നബുവത്തിനെ, ഒരു റസൂലിന്റെ പ്രവാചകത്വത്തെ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരാൾ നിഷേധിച്ചാൽ അയാളുടെ സ്ഥാനം ഇസ്ലാമാകുന്ന ഗേറ്റ്, ഇസ്ലാമിന്റെ ഗേറ്റിന് പുറത്തല്ലേ? അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടെന്ന് ആരാ പറയുക? എന്നാൽ ആ കടും കൈ വരെ ഇവിടെ നടത്താൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇക്കാണുന്ന പുസ്തകം അതാ ആരുടേതാണെന്നോ? ജുമുഅ ഒരു പഠനം എന്ന പേരിൽ അറിയപ്പെടുന്ന അതാ MK ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ ജുമുഅ ഒരു പഠനം എന്ന പുസ്തകത്തിൽ കാണാം. നമ്മൾ നോക്കൂ, എന്താ ഉത്തരം കൊടുക്കുന്നത്? എന്താണ് ചോദ്യം? മൂസാ നബി
എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനാ ഞാൻ ഈ ആമുഖം പറഞ്ഞത്. മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ, ഏതാ മേൽ പറയപ്പെട്ടത്? ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള യാത്രാ മധ്യേ മഹാനവറുകൾക്കറിയാതെ ചില കാര്യങ്ങൾ ഉണ്ടായല്ലോ. അത് ഖദർ അലൈഹിസ്സലാം പിന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നല്ലോ. അപ്പോഴല്ലേ മൂസാ നബി അത് അറിഞ്ഞുള്ളൂ എന്ന്. മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്, പിടിച്ചോ. മറുപടി ഇതാണ്. മുസ്ലിയാർ എഴുതുന്നു, മറുപടി ഇതാണ്. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല, ഇത് ബനി ഇസ്രായേലിലെ പ്രവാചകനായ മൂസാ നബി തന്നെയാണോ എന്നതിൽ തന്നെ ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ഈ മൂസ തന്നെ ആള് വേറെയാണ് പോലും. ബനു ഇസ്രായേലിലെ മൂസ തന്നെയാണോ അതോ വേറൊരു മൂസയാണോ എന്ന് തന്നെ ഉറപ്പില്ല. ഇനി ബനു ഇസ്രായേലിലെ മൂസയാണെന്ന് തന്നെ സങ്കല്പിച്ചാലും അന്ന് മൂസാ നബിയാണെന്നതിന്, മൂസാ പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ കൃത്യമായി തന്നെ പറയാൻ ധൈര്യം കാണിച്ച മണ്ണാണ് കേരളം എന്ന് നിങ്ങൾ ഓർത്തോളൂ. എത്ര ഗുരുതരമായ സംഗതിയാണത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായ ശേഷം നുബുവത്തും കിട്ടിയിട്ട് തൗറാത്ത് പോലും അവതരിക്കപ്പെട്ട് കിട്ടിയതിന്റെ ശേഷമാണ് ഖദർ അലൈഹിസ്സലാമിന്റെ അടുത്തേക്കുള്ള യാത്രയെന്ന് സഹീഹുൽ ബുഖാരിയിലില്ലേ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പോയ കാലഘട്ടത്തിൽ ആ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങളാണോ ബുഖാരി ഓതി പഠിപ്പിക്കുന്ന ആളുകൾ? നിങ്ങളാണോ ബുഖാരി ഓതി പഠിപ്പിച്ചു കൊടുക്കുന്ന ശരിയാ കോളേജിന്റെ പ്രിൻസിപ്പാളുമാര്? നിങ്ങളാണോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ട് എന്ന മൊത്തക്കുത്തക ഏറ്റുകൊണ്ട് നടക്കുന്ന കക്ഷികൾ? ചിന്തിക്കണ്ടേ ഈമാനുള്ള മുസ്ലിമീങ്ങളെ. ഞാൻ പറയുന്നത് വെറുതെയാണോ? ആരുടെയെങ്കിലും പേരിൽ ആരോപണം പറയുകയാണോ? എന്തിനാ അത് പറഞ്ഞത്? അന്ന് മൂസ നബിയായിരുന്നില്ല എന്ന് സ്ഥാപിച്ചെടുത്തുകൊണ്ട് വേറെ ചില അമ്പിയാക്കന്മാർക്കൊക്കെ എല്ലാ കാര്യവും അറിഞ്ഞോളണം. അതറിയാത്തത് എന്തേന്ന് ചോദിച്ചാ അന്ന് നബിയല്ല എന്നങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുവെങ്കിൽ ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണോ അതോ വേറെ വല്ലവരുടെയും വിശ്വാസമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത്രയും ഗുരുതരമായ സംഗതിയാണ്. നോക്കൂ, ഒരു നബിയുടെ നുബുവത്തിനെയാണ് ആ കാലഘട്ടത്തിൽ നബിയായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാ പറഞ്ഞത്. അന്ന് മൂസ നബിയാണെന്നതിന് യാതൊരു തെളിവുമില്ല. ഇതിൽ നിന്നൊരു കാര്യം കൂടി എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾ പഠിച്ചു വെച്ചോ. യാതൊരു തെളിവുമില്ല എന്ന് പച്ചയായി എഴുതിയതിൽ നിന്ന് മലയാളികളായ മുസ്ലിമീങ്ങൾക്കൊക്കെ മനസ്സിലാക്കാം. ഇവർക്ക് തെളിവാകണമെങ്കിൽ അത് ഖുർആന് പോരാ, ഹദീസ് പോരാ. ഇവരുടെ തെളിവ് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയാണെന്ന് ഉറപ്പിച്ചുകൂടെ? തെളിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർ നോക്കിയത് എവിടെയാ? ഖുർആനിൽ നോക്കിയ ഒരു മനുഷ്യനോ ഹദീസിൽ നോക്കിയ ഒരു മനുഷ്യനോ അത് പറയുമോ? അപ്പൊ ഇവരിങ്ങനെ തന്നെയാണ്. അഖീദയുടെ വിഷയമാണെങ്കിലും കർമ്മശാസ്ത്രത്തിന്റെ വിഷയമാണെങ്കിലും അവർ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥ പ്രമാണങ്ങളിൽ പരിശോധിക്കുന്ന പതിവ് അവർക്കില്ല. പരിശോധിച്ചാലല്ലേ കാണുക. അവർ വേറെ എവിടെയൊക്കെയോ നോക്കിയിട്ടാണ് പറയുന്നത്. ആരുടെയൊക്കെയോ ആശയങ്ങളുടെ പ്രചരണത്തിന്റെ മൊത്തക്കുത്തകയുമായിട്ടാണ് അവർ നടക്കുന്നത്. അതുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോ എന്റെ സുഹൃത്തുക്കളെ. പിന്നെയോ ഈ രൂപത്തിലുള്ള ആശയ തകരാറുകളൊക്കെ വിശ്വാസ രംഗത്ത് പോലും കൊണ്ടു നടന്നിട്ട് പറയുന്നു, അതാ മുജാഹിദുകൾ പഴച്ചുപോയി. ഇന്ന് വരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റേതടക്കം ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഏതെങ്കിലും പ്രവാചകന്മാരുടെ നുബുവത്തിനെ അര സെക്കൻഡ് നേരത്തേക്കെങ്കിലും മുജാഹിദുകൾ നിഷേധിച്ച ചരിത്രമുണ്ടോ? ഈമാനുള്ള കക്ഷികളെ നമുക്ക് ചിന്തിച്ചുകൂടെ?